നമ്മുടെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളും ഫീസ് മേടിക്കാനും ഫൈൻ അടിപ്പിക്കാനും കാണിക്കുന്ന ആത്മാർത്ഥതയുടെ 1/4 പോലും സ്റ്റുഡൻസിൻ്റെ റൈറ്റ്സിൻ്റെ കാര്യം വരുമ്പോൾ ഇല്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും സ്റ്റുഡൻസ് പോലും തങ്ങളുടെ റൈറ്റ്സിനെ പറ്റി അവെയർ അല്ല. അതായത് ഇത്രയും മിനിമം നമ്പർ ഓഫ് ക്വാളിറ്റി ടീച്ചിങ് അവേഴ്സ് കിട്ടാനുള്ള റൈറ്റ്സ് ഓരോ കോഴ്സിലും ഓരോ കുട്ടിക്കും ഉണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഓരോ മിനിമം ടീച്ചിങ് അവേഴ്സ് ഇല്ലാതെ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാതെ പരീക്ഷകളെല്ലാം ഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ ഷെഡ്യൂൾ ചെയ്യുന്ന പരീക്ഷകൾ ചലഞ്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതും പലർക്കും അറിയില്ല. ഇതുപോലെ തന്നെ മറ്റുള്ള ഫെസിലിറ്റീസ് നോക്കുകയാണെങ്കിൽ കോളേജ് ലൈബ്രറി ആയാലും ലാബ് ആയാലും പ്രോപ്പർലി ഫങ്ഷനിൽ ആയിരിക്കണം. അതും സ്റ്റുഡൻസിൻ്റെ റൈറ്റ്സാണ്. പലപ്പോഴും ഇതിനെ പറ്റിയൊന്നും സ്റ്റുഡൻസുകൾ അവെയർ അല്ലാത്തത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് കോളേജുകളോ യൂണിവേഴ്സിറ്റികളോ നടത്താതെ മുന്നോട്ട് പോയി പരീക്ഷകൾ മാത്രം കൃത്യമായി നടത്താൻ ശ്രമിക്കുന്നവർ. ബി അവെയർ ഓഫ് യുവർ റൈറ്റ്സ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UGC ഗൈഡ് ലൈൻസും യൂണിവേഴ്സിറ്റി ഗൈഡ് ലൈൻസും കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും നിങ്ങളെ റൈറ്റ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. താങ്ക് യു.